പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിനിടെയാണ് 7 സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തിയത്. ഇന്നലെ സ്ഫോടനം നടന്ന വീടിന് സമീപത്തായി ബോംബ് നിർമ്മാണം നടത്തിയിരുന്ന വേറെയും കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. പ്രദേശത്ത് പരിശോധന നടത്താൻ ബോംബ് സ്ക്വാഡിന് നിർദ്ദേശം നൽകി. കേസിൽ അറസ്റ്റിലായവർക്ക് ബോംബ് നിർമ്മിച്ച് മുൻ പരിചയമുണ്ടെന്നാണ് സൂചന. കേസിൽ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. അർജുൻ കല്യാടുണ്ട്. അർജുൻ, ആരൊക്കെയാണ് ഇപ്പോൾ ഒളിവിലുള്ളത്? മാത്രമല്ല, ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ ഇപ്പോഴും ബോംബ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ബിനിൽ, ഈ സംഘത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം കണ്ണൂർ പാനൂരിലെ മുളിയാത്തോട് മേഖലയിൽ ബോംബ് നിർമ്മാണത്തിനിടെയായ സ്ഫോടനത്തിനിടെയായ സംഭവത്തിൽ 10 പേർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് 3 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 3 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ കസ്റ്റഡിയിലുണ്ട്. മറ്റ് 2 പേർ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ കൂടുതൽ ബോംബ് ശേഖരം കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏകദേശം 7 സ്റ്റീൽ ബോംബുകളാണ് ഈ മേഖലയിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു പുറമെ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളുമായി, അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിനിടെയാണ് അതിൽ പ്രതിയായിട്ടുള്ള ഷിബിൻ ലാലിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനു പുറമെ മുള്ളാണി, കുപ്പിച്ചില്ല്, വെള്ളാരംകല്ല് എന്നിവയും ഈ സ്ഥലത്ത് നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മുള്ളാണിയും അതുപോലെ തന്നെ ഈ കുപ്പിച്ചില്ലുകളും ഒക്കെ ഇതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ഈ ബോംബ് നിർമ്മാണം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനും അത്തരത്തിൽ അപകടം കൂടുതൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മുള്ളാണിയും ഈ കുപ്പിച്ചില്ലുകളൊക്കെ ഉപയോഗിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മുളിയാത്തോട് സ്ഫോടനം നടന്നിട്ടുള്ള വീടിന് സമീപത്തായി ഈ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം നടക്കുന്ന മറ്റ് കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രദേശത്ത് പരിശോധന, വ്യാപകമായ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ ഒളിവിൽ 2 പേരുണ്ട് എന്നാണ് പറയുന്നത്. 10ഓളം പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളാണെന്ന് അർജുൻ തന്നെ പറയുന്നു. നേരത്തെ ഈ കേസിൽ മരിച്ചിട്ടുള്ള, അതായത് ഈ ബോംബ് സ്ഫോടനത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുള്ള വ്യക്തിയും ഒപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വ്യക്തികളും ഉൾപ്പെടെ CPM പ്രവർത്തകരാണ് എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. അത്തരം വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടോ? ബിനിൽ, ഇന്ന് രാവിലെ പാനൂരിൽ വെച്ച് UDFന്റെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ KK രമ MLA ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ആരോപണം തന്നെയായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതികൾക്ക് ഉന്നതരായിട്ടുള്ള CPM നേതൃത്വത്തിന്റെയും പോലീസിന്റെയും രഹസ്യമായിട്ടുള്ള പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ തോതിൽ സ്ഫോടനം നടന്നിട്ടും പ്രതികൾക്ക് കൃത്യമായ രീതിയിൽ സഹായവും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നേതൃത്വമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ മേഖലയിൽ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് എന്നേ അവസാനിക്കേണ്ടതായിരുന്നു എന്ന പ്രതികരണമായിരുന്നു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ളവർ നടത്തിയിട്ടുള്ളത്. CPM നേതൃത്വം, അതായത് CPMന്റെ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജയോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ഈ പ്രതികളിലായി പലരും നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വ്യാപകമായ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ പ്രതികളുമായി ബന്ധപ്പെട്ടവർക്ക് പാർട്ടിയുമായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPMുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഒരു ബന്ധവുമില്ല പ്രതികൾക്ക് എന്ന് പറയുമ്പോഴും ഈ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിനിടയിലാണ് വീണ്ടും പാനൂരിൽ ബോംബ് ശേഖരം കണ്ടെത്തിയിട്ടുള്ളത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.